വായ തുറന്നാൽ വിഡ്ഢിത്തരം മാത്രം വിളിച്ചു പറയുന്ന നമ്മുടെ ചിറ്റപ്പൻ ഇ.പി. ജയരാജനെക്കുറിച്ചും അതേപോലെ തന്നെ നിർഭയനായി നിരായുധനായി പൂജ്യത്തിൻ്റെ മണ്ണിലൂടെ നടന്നു സഞ്ചരിച്ച പാതിരാത്രിയിൽ കൊലയാളികളുടെ കൊലക്കത്തിക്കിരയായ സമകാലിക കേരളം കണ്ട ഏറ്റവും വലിയ ധീരരക്തസാക്ഷി സഖാവ് ടി.പി. ചന്ദ്രശേഖരനെ കുറിച്ചുമാണ് പറയാനുള്ളത്. പക്ഷെ പറയുന്നതിന് മുമ്പ് എനിക്ക് മറ്റൊരാളെക്കുറിച്ച് പറയാനുണ്ട്. ഞാൻ വായിച്ചിട്ടുള്ള, അനുഭവിച്ചിട്ടുള്ള, അറിഞ്ഞിട്ടുള്ള വ്യക്തികളിൽ വെച്ച് ഏറ്റവും വലിയ സഹജീവികളോട് കരുണയുള്ള ഒരു മനുഷ്യനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് വൈക്കം മുഹമ്മദ് ബഷീറാണ്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആദ്യമായിട്ട് ഒരു കഥ ഞാൻ വായിക്കുന്നത് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഭൂമിയുടെ അവകാശികൾ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കഥ അന്ന് പാഠപുസ്തകത്തിലുണ്ടായിരുന്നു, മലയാളം പാഠപുസ്തകത്തിൽ. അതിൽ അദ്ദേഹം മറ്റുള്ള ജീവികളെക്കുറിച്ച്, ലോകത്തുള്ള എല്ലാ ജീവികൾക്കും ജീവിക്കാനുള്ള അവകാശത്തെക്കുറിച്ച്, മനുഷ്യൻ്റെ മാത്രം ആധിപത്യമല്ല ഇവിടെ വേണ്ടത് എന്നതിനെക്കുറിച്ച് കൊച്ചുകുട്ടികൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ എഴുതിയിട്ടുള്ള കഥയായതുകൊണ്ടാണ് 8ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ ആ കഥ ഉപയോഗിക്കപ്പെട്ടത്. തുടർന്ന് അദ്ദേഹത്തിൻ്റെ പല കഥകളിലും ഏറ്റവും കൂടുതൽ എനിക്ക് മലയാളത്തിൽ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ ബേപ്പൂർ സുൽത്താൻ എന്ന് അറിയപ്പെടുന്ന, മലയാളത്തിൻ്റെ മാങ്കോസ്റ്റിൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീറും അതേപോലെ തന്നെ മലയാളത്തിൻ്റെ നീർമാതളം എന്നറിയപ്പെടുന്ന മാധവിക്കുട്ടിയും. ഇവരുടെ രണ്ടുപേരുടെയും കഥകൾക്കും പിന്നെ അവരുടെ സൃഷ്ടികൾക്കും ഒക്കെയുള്ള ഏറ്റവും വലിയ പ്രത്യേകതയും സവിശേഷതയും എന്ന് പറയുന്നത് അവർ രണ്ടുപേരും ഹൃദയം കൊണ്ട് എഴുതുന്നവരാണ്, ആത്മരക്തം കൊണ്ട് കഥ എഴുതുന്നവരാണ്, അവരുടെ ജീവിതത്തിൻ്റെ അംശം ആ കഥയ്ക്കകത്തെല്ലാം പ്രകടിപ്പിക്കുന്നവരാണ് എന്നത് തന്നെയാണ്. അത് പ്രണയമാവട്ടെ, മറ്റെന്തോ ആവട്ടെ, ഏത് വിഷയമാവട്ടെ. വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് തന്നെ പറയുമ്പോൾ വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹം എഴുതിയിട്ടുള്ള ഓരോ കഥകൾക്കകത്തും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അംശങ്ങളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മാംശം കൊണ്ട് നിറച്ചിട്ടുള്ള അക്ഷരങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഓരോ കഥകൾക്കകത്തും കൊണ്ടുവന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ തന്നെ വളരെ പ്രശസ്തമായിട്ടുള്ളതായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രേമലേഖനം എന്ന കഥ, നോവൽ, ആ പ്രേമലേഖനത്തിൽ പിന്നെ സാറാമ്മയോട് പ്രണയമാണ് എന്ന് മാധവൻ നായർ പറയുമ്പോൾ, കേശവൻ നായർ പറയുമ്പോൾ, കേശവൻ നായരുടെ അവസാനം സാറാമ്മ പറഞ്ഞ അത്ര ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എൻ്റെ മുമ്പിൽ നിന്ന് തല കുത്തി നിൽക്കാമോ എന്നാണ് ചോദിക്കുന്നത്, ശീർഷാസനം. അന്ന് അത് ചെയ്തു കേശവൻ നായർ ആ പ്രണയം തെളിയിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇന്നാണത് ചെയ്തതെന്നുണ്ടെങ്കിൽ ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയുടെ മുമ്പിൽ നായർ ചെറുക്കനെ പിന്നെ ശീർഷാസനം നടത്തിയത് നായർ സമുദായത്തെ അപമാനിക്കലാണെന്ന് പറഞ്ഞിട്ട് NSS വേണമെങ്കിൽ സുകുമാരൻ നായർ പുറത്തു വരും. പക്ഷേ എന്തായിരുന്നാലും അന്നത്തെ കാലത്ത് അത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അത്തരം കഥകളെല്ലാം നല്ല രീതിയിൽ തന്നെ പോയിരുന്നു. അദ്ദേഹത്തിൻ്റെ മറ്റൊരു കഥ, അദ്ദേഹത്തിൻ്റെ ഭൂമിയുടെ അവകാശികളിൽ ഞാൻ പറഞ്ഞു, അദ്ദേഹം ഓരോ ജീവിക്കും ജീവിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് അദ്ദേഹം വല്ലാതെ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ പാത്തുമ്മയുടെ ആട് എന്ന കഥയിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം സാഹിത്യ സൃഷ്ടിയുടെ അവസാനത്തെ കോപ്പി ആട് തിന്നുമ്പോഴും എലി കരണ്ട് തിന്നുമ്പോഴും അതിനും ജീവിക്കാൻ അവകാശമുണ്ടല്ലോ, അതിന് വിശപ്പ് കൊണ്ടല്ലേ കഴിക്കുന്നത് എന്ന് വളരെ നിസ്സംഗതയോടെ നോക്കി നിന്ന ഒരു മനുഷ്യനാണ് വൈക്കം മുഹമ്മദ് ബഷീർ. സ്വന്തം ശരീരത്ത് നിന്ന് ചോര കുടിക്കുന്ന കൊതുകിനെ അടിച്ചു കൊല്ലുന്നതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അദ്ദേഹം അടിച്ചു കൊല്ലണ്ട എന്ന് തീരുമാനിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ഒരു തുള്ളി ചോരയല്ലേ കൊതുക് കുടിക്കുന്നുള്ളൂ, അതിന് വിശക്കുന്നില്ലേ എന്നാണ് ചിന്തിച്ചത്. സഹജീവികളെക്കുറിച്ച് അങ്ങനെയാണ് അദ്ദേഹം കണ്ടിരുന്നത്. പറമ്പിൽ ചെതൽ കയറിയപ്പോൾ ചെതലിന് മരുന്നടിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഭാര്യ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ചെതലിന് ജീവിക്കണ്ടേ, ചെതൽ തിന്നോട്ടെ എന്നാണ് പറഞ്ഞത്. അങ്ങനെ വേറൊന്ന് പാമ്പിൻ്റെ ശല്യം വന്നപ്പോൾ പാമ്പിനെ കൊല്ലുന്നതിനെക്കുറിച്ച് ആലോചിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞത് സഖാവ് മൂർഖൻ എന്നാണ് പാമ്പിനെ വിശേഷിപ്പിച്ചിരുന്നത്. അതായത് ഓരോ ജീവിക്കും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് ഏറ്റവും കൃത്യമായി പറഞ്ഞിരുന്ന ഒരു സാഹിത്യകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീർ ചെതലിനെക്കുറിച്ച് മാത്രമല്ല ഉറുമ്പിനെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഉറുമ്പിനെക്കുറിച്ച് പറഞ്ഞത് മറ്റൊരാളാണ്. വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ ഒന്നും കൂടി പറഞ്ഞു നിർത്താതെ കഴിയില്ല നമുക്ക്. അദ്ദേഹത്തിൻ്റെ ബാല്യകാല സഖി എന്ന പുസ്തകത്തിനകത്ത് മജീദും സുബ്രയും തമ്മിലുള്ള പ്രണയത്തിൻ്റെ ഒരു ദിവ്യമായ അനുഭൂതി അതിനകത്ത് പറഞ്ഞ് അവതരിപ്പിക്കുമ്പോൾ തന്നെ ഒന്നും ഇമ്മിണി വലിയ ഒന്ന് എന്ന വലിയ ഗണിതശാസ്ത്രത്തിലെ ഒരു പുതിയ കണ്ടെത്തൽ മലയാളികളുടെ മുമ്പിൽ അവതരിപ്പിച്ച മഹാനായ സാഹിത്യകാരനും ഗണിതശാസ്ത്രജ്ഞനുമാണ് വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഓക്കെ, വീണ്ടും നമുക്ക് തിരിച്ചു വരാം, ഉറുമ്പിലേക്ക് വരാം. ഇപ്പോൾ ഉറുമ്പിനെക്കുറിച്ച് പറഞ്ഞത് നമ്മളെ ചിറ്റപ്പൻ ഇ.പി. ജയരാജനാണ്. ചിറ്റപ്പൻ മന്ത്രി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിന് 2016 പിണറായി മന്ത്രിസഭയിൽ, 1ാം പിണറായി മന്ത്രിസഭയിൽ അദ്ദേഹത്തിന് നല്ല വകുപ്പൊക്കെ കിട്ടി. ഇടക്കാലത്ത് വെച്ച് പിന്നെ രാജിവെക്കേണ്ടി വന്നു സ്വജനപക്ഷപാതത്തിൻ്റെ പേരിൽ. എന്നാൽ തന്നെ അദ്ദേഹം നിഷ്കളങ്കനാണ്. വലിയ ശരീരവും കുഞ്ഞു മനസ്സുമുള്ള ഒരു മനുഷ്യൻ എന്നാണ് എനിക്ക് പലപ്പോഴും ഇ.പിയെ കുറിച്ച് തോന്നിയിട്ടുള്ളത്. ഇ.പി ഞാനും തമ്മിൽ ഇന്ന് വരെ നേരിട്ട് സംസാരിച്ചിട്ടില്ല, നേരിട്ട് പിന്നെ ഉള്ളൊരു ബന്ധമില്ല. പക്ഷേ ഇ.പിക്കും എനിക്കും ഇടയിൽ ഒരുപാട് പൊതു സുഹൃത്തുക്കളുണ്ട്. ഇ.പി എൻ്റെ പല സ്റ്റോറികളും കാണാറുണ്ട്. ഇ.പി അതിനെക്കുറിച്ച് അഭിപ്രായം പറയാറുണ്ട്. ആ അഭിപ്രായങ്ങൾ കൃത്യമായിട്ട് ഞാൻ അറിയാറുണ്ട്. പിന്നെ ഇ.പിയെക്കുറിച്ച്, ഇ.പിയുടെ ഒരു സത്യസന്ധതയെക്കുറിച്ചും നേരിനെക്കുറിച്ചും എനിക്ക് യാതൊരു സംശയവുമില്ല. മനുഷ്യൻ
പലപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ഈ വലിയ ശരീരവും കുഞ്ഞു മനസ്സുമുള്ള ഒരു വ്യക്തി എന്നുള്ളതിനപ്പുറത്തേക്ക് ഇ.പി. ജയരാജൻ മനസ്സ് വളർന്നിട്ടില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ബുദ്ധി വികസിച്ചിട്ടില്ല. ആ ഒരൊറ്റ കുഴപ്പമുള്ളത്. സാധാരണഗതിയിൽ CPM-നകത്തെ സംഘടനാ സംവിധാനം വെച്ചിട്ട് നേതാക്കന്മാർ ക്യാപ്സ്യൂൾ ഇറക്കും, അണികളത് വെള്ളം തൊടാതെ വിഴുങ്ങും എന്നുള്ളൊരവസ്ഥയുണ്ട്. പക്ഷേ ഇ.പി. കേന്ദ്ര കമ്മിറ്റി അംഗമാണ് CPM-ൻ്റെ. PB കഴിഞ്ഞാൽ തൊട്ട് താഴെയുള്ള ഘടക. പക്ഷേ ഇത്രയും സീനിയർ ആയിട്ടുള്ള ഇ.പി.യെ പോലെയുള്ള സഖാവ് സാധാരണഗതിയിൽ ചെയ്യുന്നത് ഏതെങ്കിലും ബ്രാഞ്ച് സെക്രട്ടറി ക്യാപ്സ്യൂൾ ഇറക്കിയാലും പുള്ളി അത് വിഴുങ്ങും വെള്ളം തൊടാതെ. പുള്ളിക്ക് നേതൃത്വ ഗുണം എന്ന് പറയുന്നത് ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. അതേസമയം തന്നെ പുള്ളി എല്ലാവരെയും അന്ധമായി, CPM-കാരാണെന്നുണ്ടെങ്കിൽ അന്ധമായി വിശ്വസിക്കും, പാർട്ടിക്കാരെ എല്ലാ രീതിയിലും സഹായിക്കും, അവരെ എല്ലാവരെയും വളർത്തിയെടുക്കും. തൃശ്ശൂരിൽ അദ്ദേഹം വളർത്തിക്കൊണ്ടുവന്ന ബിന്നിയും വെട്ടി അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞു. അദ്ദേഹത്തിനെതിരെ സംസ്ഥാന കമ്മിറ്റിക്കകത്ത് സംസ്ഥാന കമ്മിറ്റി അംഗം P. ജയരാജൻ, ക്രിമിനൽ ജയരാജൻ, അദ്ദേഹം ആരോപണം ഉന്നയിച്ച സമയത്ത് ആ സംസ്ഥാന കമ്മിറ്റിക്കകത്ത് E.P. ജയരാജൻ പങ്കെടുക്കുന്നില്ല. അന്ന് TV-യിൽ സ്ക്രോൾ വാർത്തകൾ കണ്ട സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്ന സഖാക്കൾ എന്നോട് വിളിച്ച് പറഞ്ഞതാ, E.P. പറഞ്ഞത് വെറുതെ പറയുകയാണ്, ജയരാജൻ എനിക്കെതിരെ ആരോപണം ഉന്നയിക്കില്ല, അത് മാധ്യമങ്ങളുടെ ഒരു മാധ്യമ സൃഷ്ടിയാണ് ആ വാർത്ത എന്ന രീതിയിൽ അദ്ദേഹം കൂടെ ഇരുന്നവരോട് പ്രതികരിച്ചത്ര. ഇനി അദ്ദേഹം ന്യായമായി പറഞ്ഞത്, കഴിഞ്ഞ ആഴ്ച ജയരാജൻ ഇവിടെ വന്നിട്ട് 1.5 മണിക്കൂർ എനിക്ക് സുഖമില്ലാന്ന് പറഞ്ഞിട്ട് എന്നെ കണ്ടുവിടെ വന്ന് സംസാരിച്ചാണെന്നാണ്. അതാ ഞാൻ പറഞ്ഞത്, E.P. പൊട്ടനാണെന്ന് പറഞ്ഞത്. ഈ ശരീരം മാത്രമേ ഉള്ളൂ, ബുദ്ധി എന്ന് പറയുന്ന സാധനം ഇല്ല അയാൾക്ക്. അദ്ദേഹത്തിൻ്റെ കുഴപ്പമാണത്. അദ്ദേഹം കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. അദ്ദേഹം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാവുന്ന ആളാണ്. UDF-ൻ്റെ LDF-ൻ്റെ കൺവീനറാണ്. ഈ P. ജയരാജനെ സംബന്ധിച്ചിടത്തോളം P. ജയരാജന് അർഹിക്കുന്ന പലതും കിട്ടിയില്ല എന്നതും 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ട് കയ്യിലുള്ള ജില്ലാ സെക്രട്ടറി സ്ഥാനം നഷ്ടപ്പെടുകയും ചെയ്തു. അതേസമയം അദ്ദേഹത്തിൻ്റെ കൂടെ മത്സരിച്ച P. രാജീവിനും VN വാസവനും KN ബാലഗോപാലിനും ഒക്കെ അതാത് ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് വീണ്ടും തുടരാൻ അനുവാദം കിട്ടിയപ്പോൾ ഇദ്ദേഹത്തിന് ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സ്ഥാനാർത്ഥിത്വത്തിൻ്റെ പേരിൽ മാറ്റി നിർത്തിയതിൻ്റെ കൊതിക്കറിവുണ്ടായിരുന്നു. എന്നാൽ MB ഗോവിന്ദൻ മാഷ് CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയതിനു ശേഷം, കോടിയേരി ബാലകൃഷ്ണൻ്റെ മരണത്തിന് ശേഷം P. ജയരാജന് MB ഗോവിന്ദൻ മാഷ് ചെയ്തത് നമ്മളെ കൂറ്റനാട് അപ്പം മാഷ് കൊടുത്തൊരു ഓഫറാണ്. എന്നാൽ E.P. ജയരാജനെ പുകച്ചു പുറത്തിയടിക്കാനുള്ള പണി ജയരാജൻ തന്നു കഴിഞ്ഞാൽ ജയരാജനെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ആ ഒടുവിലേക്ക് എടുക്കാം എന്നുള്ളത്. അതായത് E.P.ക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കുകയും E.P.ക്കെതിരെ മാധ്യമ വിചാരണ നടക്കുകയും E.P.ക്കെതിരെ അവസാനം പാർട്ടി നടപടിയെടുക്കാൻ നിർബന്ധിതമാവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ E.P. ജയരാജൻ പാർട്ടി കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും LDF കൺവീനർ സ്ഥാനത്തു നിന്നും പുറത്താക്കപ്പെടുന്ന പക്ഷം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വരുന്ന ഒഴിവിൽ P. ജയരാജനെ എടുക്കാം എന്ന അപ്പം മാഷിന്റെ ഓഫറിന് വേണ്ടി ആ ഓഫർ കേട്ടിട്ടാണ് P. ജയരാജൻ കൂടെ നിന്ന് കുതികാല് വെട്ടിയത്. P. ജയരാജൻ കൊടും ക്രിമിനലാണെന്നുള്ളതിൽ ആർക്കും സംശയമൊന്നുമില്ലല്ലോ. ആർക്കെതിരെ എന്തു പണിയും ചെയ്യും. പണ്ട് തിരുവോണനാളിൽ വെട്ടിയ കഥയൊക്കെ പറയുന്നുണ്ട്. വെട്ടിയതിൻ്റെ കാരണം എന്താ? KV സുധീഷ് കൊല ചെയ്യപ്പെടാൻ വരെ കാരണം P. ജയരാജനാണ്. സദാനന്ദ മാഷ കാലുവെട്ടാൻ പോയതുകൊണ്ടാണ് തിരിച്ചുണ്ടായിട്ടുള്ളത്. അതിൻ്റെ കഥയൊക്കെ നിങ്ങൾ AP അബ്ദുള്ള കുട്ടിയോട് ചോദിച്ചാൽ കൃത്യമായിട്ട് പറയാം. KV സുധീഷിൻ്റെ SFIയിലെ സഹപ്രവർത്തകനായിരുന്നു AP അബ്ദുള്ള കുട്ടി. അങ്ങനെ ചെയ്തിട്ടുള്ള ആളാണ് P. ജയരാജൻ. ആ P. ജയരാജൻ പറഞ്ഞപ്പോഴും ജയരാജൻ അങ്ങനെ പറയില്ല, PJ അങ്ങനെ പറയില്ല എന്ന് പറഞ്ഞ് വിശ്വസിച്ചിരുന്ന ഒരു പൊട്ടനാണ് E.P. ജയരാജൻ എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. E.P. ജയരാജൻ ഇപ്പൊ പറയാൻ കാരണം ചിറ്റപ്പൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു പ്രസ്താവന ഇറക്കി. കുഞ്ഞനന്ദൻ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ ഹൈക്കോടതിയുടെ ഏറ്റവും പുതിയ വിധി വന്ന സമയത്ത് കുഞ്ഞനന്ദൻ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത ലോല ഹൃദയനാണ് എന്നാണ് E.P. ജയരാജന്റെ കണ്ടെത്തൽ. ഞാനതാ പറഞ്ഞു, E.P. ജയരാജൻ പാർട്ടി എന്ത് പറഞ്ഞാലും അന്ധമായി വിശ്വസിക്കുന്ന ഒരാളാണ്. ഉച്ചയ്ക്ക് പറയുകയാണത് പാതിരാത്രിയാണെന്ന് പറഞ്ഞാൽ E.P. ജയരാജൻ അത് പാതിരാത്രിയാണെന്ന് പറയും. പാർട്ടി തീരുമാനമാണ്, പാർട്ടി എന്താണോ പറഞ്ഞാൽ അതാണ് ശരിയെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. പാർട്ടി സഖാക്കളോടൊക്കെ ഭയങ്കര സ്നേഹവുമാണ്, സത്യസന്ധനാണ്, നിഷ്കളങ്കനാണ്. പക്ഷേ ഈ ശുദ്ധൻ ദുഷ്ടന്റെ ഫലം ചെയ്യുമെന്ന് പറഞ്ഞതുപോലെ ഇദ്ദേഹത്തിനെ കൊണ്ട് ഒരുപാട് ദുഷ്ടത്തരങ്ങൾ പലപ്പോഴും നമുക്ക് കേരളീയ സമൂഹത്തിന് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിലൊന്നാണ് ഏറ്റവും അവസാനമായി അദ്ദേഹം കുഞ്ഞനന്ദന്റെ കാര്യത്തിൽ നടത്തിയിട്ടുള്ള പ്രസ്താവന. ആരാ കുഞ്ഞനന്ദൻ? TP ചന്ദ്രശേഖരൻ ആരാ? CPM എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വലതുപക്ഷ വ്യതിയാനം, വലതുവശം ചേർന്ന് നടക്കാൻ പറഞ്ഞത് റോട്ടിലാ, രാഷ്ട്രീയത്തിലല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ രാഷ്ട്രീയ വ്യതിയാനത്തിനെതിരായി പടപൊരുതുകയും കമ്മ്യൂണിസ്റ്റ് പക്ഷത്ത് തന്നെ നിലനിന്നുകൊണ്ടൊരു അടിയുറച്ച കമ്മ്യൂണിസ്റ്റുകാരനായി സ്വന്തമായ രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാക്കി മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുള്ള ധീരരക്തസാക്ഷിയാണ് TP ചന്ദ്രശേഖരൻ. അദ്ദേഹത്തിന് ഈ പറയുന്ന പോലെ പിണറായി വിജയന്റെ ഭാര്യ കാരണഭൂതന്റെ പോലെ 400 പോലീസുകാരുടെ അകമ്പടിയോടുകൂടി സഞ്ചരിക്കുന്ന ആളല്ല. അദ്ദേഹം ഒറ്റയ്ക്കാണ് നടക്കുന്നത്. ജീവന് ഭീഷണിയുള്ള സമയത്തും അദ്ദേഹം ഒറ്റയ്ക്ക് സഞ്ചരിക്കുമ്പോഴാണ് അദ്ദേഹത്തെ ഇന്നോവ കൊണ്ട് ഇടിച്ചിട്ട് മാഷാ അള്ളാ എന്ന സ്റ്റിക്കർ ഒട്ടിച്ച് കൊണ്ടിട്ട് ഇന്നോവ കൊണ്ട് ഇടിച്ചിട്ടിട്ട് മുഖം പോലും മറ്റുള്ളവർക്ക് പ്രിയപ്പെട്ടവർക്ക് അന്ത്യചുംബനം അർപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ ആവാതെ വികൃതമാക്കിയ രീതിയിൽ അദ്ദേഹത്തെ വെട്ടിക്കൊന്ന്. എന്നിട്ട് ആ പ്രതികൾ എല്ലാവരും തന്നെ ശിക്ഷിക്കപ്പെട്ട ഒരു കുറേ പേരുണ്ട്. ഇപ്പോൾ മോനമാഷയും P. ജയരാജനെയും പോലെയുള്ള ഒരു ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടത് CPM-ന് ആശ്വാസമാണ് എന്നുണ്ടെങ്കിൽ
ആ കോടതി വിധി CPM അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അപ്പം മാഷ് പറഞ്ഞ അതാണല്ലോ, കോടതി വിധി തെളിയിക്കുന്നത് പാർട്ടിക്ക് പങ്കില്ല. പിന്നെ ആർക്കാടോ പങ്ക്? കുഞ്ഞനന്തൻ ആരാ? കുഞ്ഞനന്തൻ ഈ കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്ന സമയത്ത് പാർട്ടി ഏരിയ സമ്മേളനത്തിൽ വീണ്ടും ഏരിയ കമ്മിറ്റിയിലേക്ക്, പാനൂർ ഏരിയ കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആളാണ്. കൊടും ക്രിമിനൽ, ചത്തുപോയി എന്ന് കരുതിയിട്ട് ഒരു കുഞ്ഞനന്തനും വിശുദ്ധനാക്കപ്പെടുന്നില്ല. ആ കുഞ്ഞനന്തനെതിരെയുള്ള ശിക്ഷ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ വീണ്ടും ജയിലിൽ കിടക്കുന്ന സമയത്ത് പാർട്ടി ഏരിയ സമ്മേളനത്തിൽ ഏരിയ കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ CPM എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് ഇതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് കൈ കഴുകി മാറാൻ കഴിയില്ല എന്ന് തന്നെയാണ് തെളിയിക്കപ്പെടുന്നത്. ആ പാർട്ടി അറിയാതെ അല്ല ഇത് നടന്നത്. കുഞ്ഞനന്തനെ പാർട്ടി ഏരിയ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കുകയോ മാറ്റി നിർത്തുകയോ ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞനന്തൻ വായ തുറന്ന് ആരൊക്കെ ഇതിന്റെ പിന്നിലുണ്ടെന്നുള്ളത് പറയുന്നുള്ള പേടിച്ചിട്ടാണ്. അതാലോചിക്കേണ്ടവര്. പരോളിലാണ് കിടന്നത്, ജയിലിൽ കിടന്നതിനേക്കാൾ കൂടുതൽ കാലം. ക്യാപ്സൂൾ ഇങ്ങനെ ഇറക്കുക. കുഞ്ഞനന്തൻ നിരപരാധിയാണ്, ലോലഹൃദയനാണ്, ഉറുമ്പിനെ നോവിക്കില്ല. ഉറുമ്പിനെ നോവിക്കണ്ടെന്നേ. കുഞ്ഞനന്തൻ ഉറുമ്പിനെ കൊന്നു എന്നുള്ളതല്ലല്ലോ കുറ്റം. കുഞ്ഞനന്തനെതിരെയുള്ളത് TP ചന്ദ്രശേഖരനെ വധിച്ചതിന്റെ പിന്നിലുള്ള ഗൂഢാലോചനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച, അതിനെ കോർഡിനേറ്റ് ചെയ്ത ആളെന്നുള്ളതാണ് അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണം. അല്ലാതെ ഉറുമ്പിനെ കൊന്നു എന്നുള്ളതിന്റെ പേരിലല്ല ശിക്ഷിക്കപ്പെട്ടത്. ഞാൻ നേരത്തെ പറഞ്ഞു, പരോളിലാണ് കഴിച്ചത് ജയിലിൽ കിടന്നതിനേക്കാൾ കൂടുതൽ കാലം. ഹിറ്റ്ലറിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ലോകത്തുള്ള എല്ലാ ക്രിമിനലുകൾക്കും ജീവികളോടൊക്കെ, ബഷീറിനുള്ള സ്നേഹം പോലെയല്ല കേട്ടോ, ബഷീറിന് മനുഷ്യനോട് സ്നേഹം ഉണ്ടായിരുന്നു. ബഷീറിന്റെ ജന്മദിനം എന്ന കഥയ്ക്കകത്തുണ്ട്, പിന്നെ സുഹൃത്തിന്റെ ഭക്ഷണം മോഷ്ടിച്ച കഥ ഇതിനകത്ത് പറയുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു സ്ത്രീ പ്രലോഭിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത് മാരണം വാതിലിൽ കൊള്ളിച്ചുകൊണ്ട് നിന്ന് പ്രലോഭിപ്പിച്ചു എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, കാമത്തിനേക്കാൾ അപ്പുറമാണ് വയറിന്റെ വിശപ്പ്, വിശന്നു നിൽക്കുകയാണ് ഞാൻ എന്ന് പറയുന്നുണ്ട്. ജന്മദിനം അതെനിക്ക് 9ാം ക്ലാസ്സിൽ പഠിക്കാണ്ടായിരുന്നു പുസ്തകം, ആ കഥ. അതൊന്നല്ല ഇവരുടെ ഒന്നും സ്ഥിതി. ഹിറ്റ്ലർ അവസാന ഘട്ടത്തിൽ സഖ്യകക്ഷികളുടെ പിടിയിലാവും എന്ന് കണ്ടപ്പോൾ, ലോകം കണ്ട ഏറ്റവും വലിയ ക്രിമിനലാണ്, ഏറ്റവും വലിയ മാനവിക വിരുദ്ധനാണ്, ജൂതന്മാരെ വംശഹത്യക്ക് ഇരയാക്കിയവനാണ്. ഈ ഉത്തര കൊറിയയിലെ കിമ്മു അതേപോലെയല്ലേ, സ്വന്തം അമ്മാവനെ പട്ടിക്കിട്ട് കൊടുത്തുന്ന സ്വന്തം മക്കളോട് ഭയങ്കര സ്നേഹം. മോളുടെ പേര് ലോകത്ത് വേറെ ആർക്കും ഇടാൻ പാടില്ല, ഇട്ട് കഴിഞ്ഞാൽ ആ രാജ്യത്ത് വേറെ ആരെങ്കിലും അവരുടെ മക്കൾക്ക് അദ്ദേഹത്തിന്റെ മകളുടെ പേരിട്ട് കഴിഞ്ഞാൽ അവർക്കെതിരെ ക്രിമിനൽ കുറ്റം. ഇവർക്ക് സ്വന്തം കുടുംബത്തോട് സ്നേഹമുണ്ട്, ഇല്ലാന്ന് നമ്മൾ പറയുന്നില്ല. മറ്റുള്ള മനുഷ്യരെല്ലാം ഇവരുടെ ശത്രുക്കളാണ്. സ്വന്തം പട്ടിയെ വെടിവെച്ച് കൊന്നിട്ടാണ് ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തത്. ആലോചിച്ച് നോക്കും നിങ്ങൾ. ലക്ഷക്കണക്കിന് മനുഷ്യരെ ഗ്യാസ് ചേമ്പറുകളിൽ കൊണ്ടുവന്ന് കൂട്ടക്കൊലയ്ക്കിരയാക്കിയ, വംശഹത്യക്കിരയാക്കിയ ഹിറ്റ്ലർ സ്വന്തം പട്ടിയെ അത്രയധികം സ്നേഹിച്ചിരുന്നു. എൻ്റെ മരണശേഷം ഈ പട്ടി ശത്രുക്കളുടെ കയ്യിലകപ്പെട്ടാൽ അത് പീഡനത്തിന് ഇരയാകുമോ എന്നതുകൊണ്ട്, അതിനോടുള്ള ആത്മാർത്ഥ സ്നേഹം കൊണ്ട് അതിനെ വെടിവെച്ച് കൊന്നതാ. അത്ര കണ്ട് സ്നേഹിച്ചിരുന്നു അദ്ദേഹം ആ പട്ടിയെ, മനുഷ്യനെ സ്നേഹിച്ചിട്ടില്ലെങ്കിലും. അതുകൊണ്ട് ഹിറ്റ്ലർ ലോലഹൃദയനാണെന്ന് EP ജയരാജൻ പറയുമോ? EP ജയരാജന്റെ വിഡ്ഢിത്തരങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ബോക്സർ മുഹമ്മദ് അലി മരിച്ചു കഴിഞ്ഞന്ന് രാത്രി മാധ്യമപ്രവർത്തകർ വിളിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, ഞാനും മുഹമ്മദ് പണ്ട് ഒരുമിച്ച് പന്ത് കളിച്ചാണെന്നൊക്കെ പറഞ്ഞ് മുഹമ്മദ് നേട്ടപ്പോൾ മൂപ്പര് നേരെ മലപ്പുറത്തേക്കോ മലബാറിലേക്കും പിടിച്ചു. അവിടെയുള്ള ഏതോ മുഹമ്മദ് മരിച്ചു എന്നാണ് കുട്ടി. ബോക്സർ മുഹമ്മദ് അലി ആരാണെന്നൊന്നും അദ്ദേഹത്തിന് അറിയില്ല. അതേപോലെ തന്നെ ലോകകപ്പിന്റെ സമയത്ത് 2022 ഡിസംബറിലെ ലോകകപ്പിന്റെ സമയത്ത് മേഴ്സി കപ്പടിക്കും. മേഴ്സിക്ക് എന്തായാലും കപ്പ് കൊണ്ടുപോകും. ഇത് മെസ്സി എന്ന് പോലും പറയാൻ അറിയാതെ മേഴ്സി എന്ന് പറഞ്ഞതും അതിനകത്തും പ്രശ്നമില്ല. ഞാൻ അദ്ദേഹത്തെ ട്രോളാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഒരു മനുഷ്യൻ ഇത്രയും ക്രൂരമായ ആക്രമണത്തിനിരയായി കൊല ചെയ്യപ്പെട്ടിട്ട് അതിലെ കൊലപാതകത്തിന്റെ ഗൂഢാലോചനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച കുഞ്ചനന്തനെ പോലെയുള്ള ഒരു വൃത്തികെട്ട ചെറ്റയെ, ഒരു ക്രിമിനലിനെ ലോലഹൃദയനാണ്, ഉറുമ്പിനെ നോപ്പിക്കാത്തവനാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് EP ജയരാജന് കാലം അതിന് കണക്ക് ചോദിക്കുമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊന്ന്, EP ജയരാജൻ ഇത്തരം വിഡ്ഢിത്തരങ്ങൾ അവസാനിപ്പിക്കുകയാണ് വേണ്ടത്. അദ്ദേഹം ഒരു കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, അദ്ദേഹം നിഷ്കളങ്കനാണ് എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ CPM-നകത്തുള്ള അണികൾ, പ്രവർത്തകർ, നേതാക്കന്മാർ ചെയ്യുന്ന എല്ലാ കൊള്ളരുതായ്മയ്ക്കും കൂട്ടുനിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ ധൈര്യത്തെക്കുറിച്ചൊന്നും എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. അർപ്പണ മനോഭാവത്തെക്കുറിച്ച് എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. ഇൻഡിഗോ വിമാനത്തിൽ വെച്ചിട്ട് യൂത്ത് കോൺഗ്രസ്സുകാർ പിണറായി വിജയന് നേരെ കൊടി കാണിക്കാൻ പോയപ്പോൾ പിണറായി വിജയൻ കാരണഭൂതൻ ഞാൻ ഊരിപ്പിടിച്ച കടാരിക്ക് മുമ്പിൽ കൂടി നടന്നവനാണെന്ന് പറഞ്ഞ ആൾ ചുരുണ്ടുകൂടി വിമാനത്തിന്റെ സീറ്റിന്റെ മൂലയ്ക്കിരുന്നു. ആ സമയത്ത് EP ജയരാജൻ എണീറ്റ് വന്നു. ഈ 400 പോലീസുകാരെക്കാൾ കൂടുതൽ ശക്തിയോട് കൂടിയിട്ട്, ഒരു ഗൺമാനേക്കാൾ കൂടുതൽ ആത്മാർത്ഥതയോട് കൂടിയിട്ട് ആ വന്ന ചെറുപ്പക്കാരെ തള്ളിയിട്ടു EP ജയരാജൻ. ഈ വയസ്സുകാലത്ത് 10-76 വയസ്സുണ്ട്. അത്രയും ആത്മാർത്ഥത അദ്ദേഹത്തിന് പാർട്ടിയോടുണ്ട്, പാർട്ടി പ്രവർത്തകരോടുണ്ട്, പാർട്ടി സഖാക്കളോടുണ്ട്, അതിൻ്റെ നേതാക്കന്മാരോടുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ മരിച്ചുപോയ TP ചന്ദ്രശേഖരൻ ഒരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു എന്നത് EP ജയരാജൻ മറക്കരുത്. EP ജയരാജനേക്കാൾ കൂടുതൽ കമ്മ്യൂണിസ്റ്റ് ബോധമുള്ള, ചിന്താശേഷിയുള്ള, ബുദ്ധിയുള്ള, ധൈര്യമുള്ള,
ധീരനായ ഒരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു ടി പി ചന്ദ്രശേഖരൻ. അദ്ദേഹത്തെ അപമാനിക്കലാണ് കുഞ്ഞനന്ദനെ പോലെയുള്ളവരുടെ വാഴ്ത്തിപ്പാടലിലൂടെ ഈ പി ജയരാജൻ ചെയ്തത് എന്ന് EPA സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്.